ഹായ് ഫ്രണ്ട്സ്, സാപ്പിണ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാധാരണത്തെ പോലെ തന്നെ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളുടെ OTT റൈറ്റ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. പ്രിം ബോൺ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മേരി മെൻ 3 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തതും ഒരു ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അറബിക് മൂവിയാണ്. ഫ്രം ദ ആഷസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അഥർവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV Win എന്ന OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ 4 സിനിമകളുടെ സിനിമയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഷാറുഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡങ്കി എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ജിയോ സിനിമയാണ്. ജിയോ സിനിമയിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഡിസംബർ മാസത്തിലാണ് റിലീസ് ചെയ്തത്. 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ, അതായത് 2 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലൊക്കെ ഈ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി, OTT റിലീസ് പ്രതീക്ഷിച്ചാൽ മതി. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ലാംഗ്വേജിലും ഉണ്ടാവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. മലയാളം വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രശാന്ത് നീല സംവിധാനത്തിൽ നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ പ്രഭാസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു സലാർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന ഒരു ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഫെബ്രുവരി മാസം 9-ാം തീയതിയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 16-ാം തീയതിയോ ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ദിവസം വരുന്നുള്ളൊരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വരുന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളുടെ OTT റൈറ്റ്സുകൾ സ്വന്തമാക്കിയത് ഏതൊക്കെ OTT പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സിനിമ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വെങ്കിടേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് സൈന്താവ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈം തന്നെയാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയും നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുക സയൻസ് ഫിക്ഷൻ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു അയലാൻഡ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള 2 OTT പ്ലാറ്റ്ഫോമുകളാണ്. അതായത് ഒന്ന് സൺനെക്സ്റ്റ്, ഒന്ന് ആമസോൺ പ്രൈം. ഈ 2 OTT പ്ലാറ്റ്ഫോമിൻ്റെ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സൺനെക്സ്റ്റ്, ആമസോൺ, ഈ 2 OTT പ്ലാറ്റ്ഫോം. എന്തായാലും ഫെബ്രുവരി മാസം ലാസ്റ്റോട് കൂടി ഈ ഒരു സിനിമ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നാഗാർജുന പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ന സാമി രംഗ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ പൊറിഞ്ചോ മറിയം ജോസ് എന്ന് പറഞ്ഞ പൊറിഞ്ചോ മറിയത്തിൻ്റെ മലയാളം റീമേക്കാണ് ഈ ഒരു സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ എന്തായാലും ഫെബ്രുവരി മാസം ലാസ്റ്റോടുകൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സിനിമയുടെ തമിഴ് ഭാഷയും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പാൻ ഇന്ത്യൻ മൂവിയായ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കി ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം തിയേറ്ററിൽ മലയാളം അടക്കമുള്ള ഭാഷയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയായിരുന്നു ഗുണ്ടൂർ കാരം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമയെ നമുക്ക് ഫെബ്രുവരി മാസം പ്രതീക്ഷിക്കാവുന്നതാണ്.
അടുത്തത് വിജയ് സേതുപതി, കത്രീന കൈഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മേരി ക്രിസ്മസ് എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്ററിൽ ഈ ഒരു സിനിമ ഒരു എവറേജ് വിജയം കരസ്ഥമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എവറേജ് റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ എന്താ പറയുക. ഇപ്പം ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സിനിമ, എന്തായാലും കാണണമെന്ന് വിചാരിച്ച സിനിമയാണ്. അടുത്ത ദിവസം തന്നെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ് മേരി ക്രിസ്മസ് എന്ന സിനിമ. അടുത്തത് അരുൺ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്ന മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അരുൺ വിജയ് കൂടാതെ എമി ജാക്സണും നിമിഷ സജിനും ഒക്കെയാണ് സിനിമ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെയും OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമയെ നമുക്ക് ഫെബ്രുവരി മാസം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ കഴിഞ്ഞ ആഴ്ച ഇത്രയും സിനിമകളാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ OTT റൈറ്റ്സ് ഏതൊക്കെ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ഐലാൻഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ക്യാപ്റ്റൻ മില്ലർ സിനിമ കണ്ടു. അപ്പോൾ പിന്നെ ഈ സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമുക്കിവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും